നീണ്ട 100 ദിവസത്തെ വിലക്കിന് ശേഷം കടുത്ത നിബന്ധനകളോടെ പ്രവാസികളെ UAE-യിലേക്ക് വരവേൽക്കുമ്പോൾ പ്രതീക്ഷയിലാണ് ഇവരും. ഓരോ എമിറേറ്റുകളും പ്രവാസികളെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ നിർദ്ദേശിക്കുന്ന നിബന്ധനകൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ അടുത്ത വിമാനത്തിൽ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ട്. അതിനാൽ ട്രാവൽ ഏജൻസികളോട് കൃത്യമായി അന്വേഷിച്ചു വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായ്, ഷാർജ വിമാനത്താവളങ്ങൾക്ക് പിന്നാലെ അബുദാബിയിലേക്കും ഇന്ത്യൻ യാത്രികർ എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരൊറ്റ ദിവസം മാത്രം കേരളത്തിൽ നിന്നുൾപ്പെടെ 6 വിമാനങ്ങളാണ് അബുദാബിയിൽ എത്തിച്ചേർന്നത്. ഓഗസ്റ്റ് 5 മുതൽ ദുബായിലേക്കും ഷാർജയിലേക്കും വിമാനങ്ങൾ എത്തിയിരുന്നെങ്കിലും അബുദാബിയിലേക്ക് സർവീസ് തുടങ്ങിയിരുന്നില്ല. നിലവിൽ കേരളത്തിൽ നിന്ന് കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രമാണ് അബുദാബിയിലേക്ക് സർവീസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ശനിയാഴ്ച കൊച്ചിയിൽ നിന്നെത്തിയ വിമാനത്തിൽ യാത്രക്കാരുടെ എണ്ണം താരതമ്യേന വളരെ കുറവായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ 5/14 കൊച്ചിയിൽ നിന്നെത്തിയ E-Flight 281 വിമാനത്തിലെത്തിയ എല്ലാ യാത്രക്കാരെയും അബുദാബിയിലെ റസീൻ ക്വാറന്റൈൻ കോംപ്ലക്സിലേക്ക് മാറ്റിയിരുന്നു. 10 ദിവസം ഇവർ ക്വാറന്റൈനിൽ കഴിയണം. അതേസമയം ദുബായ്, അബുദാബി രാജ്യാന്തര വിമാനത്താവളങ്ങൾ വഴി ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇതര എമിറേറ്റുകളിലെ താമസ വിസക്കാർക്ക് UAE-യിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ദുബായ് വിസക്കാർക്ക് മാത്രം ദുബായ് വിമാനത്താവളത്തിലൂടെയും അബുദാബി വിസക്കാർക്ക് മാത്രം അബുദാബി വിമാനത്താവളം വഴിയും രാജ്യത്തെത്താവുന്നതാണ്. എന്നാൽ ഷാർജ, റാസൽ ഖൈമ രാജ്യാന്തര വിമാനത്താവളങ്ങൾ വഴി ഏത് എമിറേറ്റിലെ യാത്രക്കാരനും പ്രവേശിക്കാൻ എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവർ GDRF-ൽ നിന്നും, അബുദാബി യാത്രക്കാർ ICA-യിൽ നിന്നും അനുമതി വാങ്ങിയിരിക്കണം. നിലവിൽ അബുദാബി അടക്കം താമസ വിസയുള്ളവർ പോലും ദുബായിലാണ് വിമാനമിറങ്ങുന്നത്. അബുദാബി രാജ്യാന്തര വിമാനത്താവളങ്ങളിലേക്ക് ഈ മാസം 10 മാത്രമേ സർവീസ് ആരംഭിക്കുകയുള്ളൂ എന്ന് എയർ ഇന്ത്യ അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം ഇത്തിഹാദ് അടക്കമുള്ള വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ഇന്ത്യ അബുദാബി സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. UAE-യിൽ ദുബായ്, അബുദാബി, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലാണ് രാജ്യാന്തര വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുന്നത്. കൂടാതെ അബുദാബി, റാസൽ ഖൈമ രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ എത്തുന്നവർ 10 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. ഇത് സംബന്ധമായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയ്ക്ക് ലഭിച്ചു. എന്നാൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ ട്രാക്കിംഗ് വാച്ച് കയ്യിൽ കരുതിയിരിക്കണം. 4-ാം ദിവസവും 8-ാം ദിവസവും PCR പരിശോധന നടത്തുകയും വേണം. ഇന്ത്യ കൂടാതെ പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, നൈജീരിയ, ഉഗാണ്ട എന്നിവിടങ്ങളിൽ നിന്നെത്തുന്നവരും ഈ നിബന്ധന പാലിച്ചിരിക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.